LDF പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കാൻ പോകുന്നു. രാവിലെ 10 മണിക്ക് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മുഖ്യമന്ത്രി പ്രകാശനം നിർവഹിക്കും. പെൻഷൻ വർധന, അതുപോലെ പുതിയ പെൻഷൻ പദ്ധതി, കഴിഞ്ഞ കാലങ്ങളിൽ പൂർത്തീകരിച്ച വികസന പദ്ധതികളുടെ അടുത്ത ഘട്ട പ്രഖ്യാപനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുകയാണ്. കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി മറികടക്കാൻ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതിലാണ് ആകാംക്ഷ. സിനോജ് തോമസിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് സിനോജ്. തുടർഭരണമാണ് ലക്ഷ്യം. അപ്പോൾ ആ രീതിയിൽ വലിയ വാഗ്ദാനങ്ങളോടുകൂടിയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, റീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അതായത് മൂന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്താൻ വേണ്ടി എന്ത് രഹസ്യമാണ് പ്രകടന പത്രികയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക അതറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന പ്രകടന പത്രികയാണ് പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രകടന പത്രിക പ്രകാശനം ചെയ്യും. അതിൽ അറിയേണ്ടത് ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയെന്ന് തന്നെയാണ്. കാരണം UDF പ്രകടന പത്രിക പുറത്തിറക്കും മുൻപ് തന്നെ രാഹുൽ ഗാന്ധി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു, ഇന്ദിരാ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടികളെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ പറ്റുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഉണ്ടാകുമെന്ന ഉത്തരം തന്നെയാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ നൽകുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത്തരത്തിൽ സമാനമായ രീതിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യം വരുന്നു. അത് മാത്രമല്ല, ഒരുപക്ഷെ മുതിർന്ന പൗരന്മാർക്ക് 60-65 വയസ്സോ കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് കൂടി സൗജന്യ യാത്ര പ്രഖ്യാപിച്ചേക്കും എന്ന തരത്തിലൊക്കെ തന്നെ വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു. അതിൽ ആകാംക്ഷയുടെ ആ വിഷയത്തിൽ ഒരു പ്രകടന പത്രികയിൽ അറിയിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. മറ്റൊരു കാര്യം, ക്ഷേമ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ. ഈ പിണറായി വിജയൻ സർക്കാരിനെ 2ാം തവണ അധികാരത്തിലെത്തിയതിൽ ഒരു പ്രധാന ഘടകം സാമൂഹ്യ പെൻഷനായിരുന്നു. കൃത്യസമയത്തും ചില മാസങ്ങളിൽ നേരത്തെയും ഈ പെൻഷൻ നൽകിയത് വലിയ രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്ര രൂപയാക്കി വർദ്ധിപ്പിക്കും? UDF പറയുന്നത് 3000 രൂപയാണ്. അത് 3000-ഓ 3500 രൂപയാക്കി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് സംസ്ഥാന സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചത്. നിലവിൽ അത് BPL കാർഡ് ഉടമകളായ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രതിമാസം 1000 രൂപ നൽകുന്നത്. ഒരു പക്ഷേ അത് റേഷൻ കാർഡിന് നിറവ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങളാണ് കാത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 തവണയും ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ തുടർച്ചകൾ എങ്ങനെയായിരിക്കും, നവകേരളം സൃഷ്ടിക്കാനും നവകേരളത്തിന് നിർമ്മിതി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന കാര്യങ്ങളായിരിക്കും ഇന്ന് അറിയാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലൊക്കെ തന്നെ ഇടതുപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത്, പ്രകടന പത്രിക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലുള്ള ഒരു പത്രിക മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വോട്ട് പിടിക്കാനുള്ള തന്ത്രം മാത്രമല്ല, അത് നടപ്പാക്കാനുള്ളതാണ്. നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പത്രികയിൽ ഉണ്ടാവുകയുള്ളൂ. പത്രികയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കുമെന്ന് ഇടതുപക്ഷ നേതാക്കൾ ഇതിനോടകം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി 3ാം വട്ടം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ കഴിയുന്ന ജനകീയ പ്രഖ്യാപനങ്ങൾ മാത്രമായിരിക്കും ഇടതുപക്ഷത്തിന്റെ ഈ പ്രകടന പത്രികയിൽ ഉണ്ടാവുക. ഓക്കെ, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും LDFന്റെ പ്രകടന പത്രിക രാവിലെ 10 മണിയോടുകൂടിയാണ് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നത്.